എല്ലാവർക്കും ഡൈസ് എന്നുള്ള വീഡിയോന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈസിനെ കുറിച്ച് പഠിച്ചതിന്റെ ക്ലാസിഫിക്കേഷൻ, ഡൈ എത്ര തരമുണ്ട്, സ്പ്ലിറ്റ് ഡൈ, സോളിഡ് ഡൈ, സ്പ്ലിറ്റ് ഡൈയോട് ഉപയോഗിക്കുന്ന അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അത് പഠിച്ചു. പിന്നെ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അതിന്റെ ഡിസൈൻ ഫാക്ടേഴ്സ് ആണ്. ഒരു ഡൈനെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡൈസ് പാർട്ട് 2. അപ്പോൾ അതിൽ നമ്മൾ ഡിസൈൻ ഫാക്ടേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് മെറ്റീരിയലിനെ ആശ്രയിച്ച് ഏത് മെറ്റീരിയലാണ്, ടൂളിന്റെ ലൈഫ്, എക്സ്പെക്ടഡ് ടൂൾ ലൈഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇവിടെ വന്ന് ജനറൽ ഗൈഡ് ലൈൻ ഫോർ ഡൈ ബ്ലോക്ക് തിക്നെസ്, ഏതാണ് ഒരു ഡൈവിന് മിനിമം ഏതാണ്, അതൊരു ജനറൽ കാറ്റഗറിയാണ്. അല്ലാതെ ഇത് ഈ ഒരു ടേബിൾ ഫോളോ ചെയ്യണമെന്നില്ല, മെറ്റലിനനുസരിച്ച് മാറ്റം വരാം. എന്നാലും ഒരു ജനറൽ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 1 mm സ്റ്റോക്ക് മെറ്റലിന്റെ തിക്നെസ്, ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് 1 mm വരെയാണ് എന്നുണ്ടെങ്കിൽ ഡൈ ബ്ലോക്ക് ലെങ്ത് ഡൈ ബ്ലോക്കിന്റെ ലെങ്ത് 120 mm ആണെങ്കിൽ ഒരു 16 വരെ ആവാം, 24 അതായത് 125 വരെയാണെങ്കിൽ 16 മതി തിക്നെസ്. ഡൈ ബ്ലോക്കിന്റെ തിക്നെസ് 16 മതി. പക്ഷെ 125 മുതൽ 200 വരെ ആണെങ്കിൽ 20 വേണം, 20 mm തിക്നെസ് വേണം. MM-ലാണ്, എല്ലാം നമുക്ക് MM-ലാണ്. ഡൈ ബ്ലോക്ക് ലെങ്ത് 200 മുതൽ 400 വരെയാണ് ഒരു 24 തിക്നെസ് വരണം. ഇതൊരു ജനറൽ ആണ്, എല്ലാപ്പോഴും ഇത് ആവണമെന്നില്ല. നമ്മുടെ പ്രോഡക്റ്റിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇരുന്ന് അപ്പുറത്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ തന്നെ 1 to 2 ഒരു 1 mm തുടങ്ങി 2 mm വരെയുള്ള ഷീറ്റ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ 20, 24, 28 ആ ഒരു റേഞ്ചിലാണ് ഡൈ ബ്ലോക്കിന്റെ തിക്നെസ് വരേണ്ടത്. MM ആണ്, എല്ലാം MM ആണ്. 2 to 4 mm 2 മുതൽ 3 mm വരെ ആണെന്നുണ്ടെങ്കിൽ 24, 28, 32. ഇവിടെ എന്താണെന്ന് 200 മുതൽ 400 വരെ ലെങ്ത് ഉള്ള ഡൈ ആണെങ്കിൽ 32 mm തിക്നെസ് ആയി ഉണ്ടായിരിക്കണം. 3 to 4 mm 3 മുതൽ 4 അപ്പൊ അത്യാവശ്യം തിക്നെസ് ആയി, ഷീറ്റ് മെറ്റലിന് അത്യാവശ്യം തിക്നെസ് ആയി. അപ്പോൾ മിനിമം 28 ഉണ്ടാവണം. അതായത് 125 താഴേക്കാണെങ്കിൽ 28 mm ഉണ്ടാവണം. 32, 36. 4 to 6 നല്ല തിക്നെസ് തന്നെയാണ്. അതാണ് 32, 36, 50. 6 അതിന്റെ അബോവ്, 6 mm അബോവ് അപൂർവമായിട്ടാണ് ഉണ്ടാവുക. അതിലും ഉണ്ടാവാറുണ്ട് ഷീറ്റ് മെറ്റൽ 6 mm അബോവ് അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ 125 mm ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ 35 mm തിക്നെസ് ഉണ്ടായിരിക്കണം, 40 mm തിക്നെസ് ഉണ്ടായിരിക്കും, 60 mm തിക്നെസ് ഉണ്ടായിരിക്കും. ഇതാണ് ജനറൽ കാറ്റഗറി, ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ്. എല്ലാത്തിനും ഈ ഒരു ഇതന്നെ വേണമെന്നില്ല. നമ്മൾ പറഞ്ഞു ഇത് ഒരു സാധാരണ മിനിമം ഹാർഡ്നെസ് ഉള്ള ഒരു ഷീറ്റ് മെറ്റലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ്നെസ് കൂടുകയാണെങ്കിൽ ഈ കണക്കൊന്നല്ല, ഇതിൽ കൂടുതൽ തിക്നെസ് ഉണ്ടാവേണ്ടി വരും. പിന്നെ വലിപ്പം കൂടുകയാണെങ്കിൽ അതിന്റെ മാറ്റം വരും. അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇതൊരു ജനറൽ ക്രൈറ്റീരിയ മാത്രമാണ്, ഇതല്ല ആക്ച്വൽ അല്ലാതെ. അടുത്ത വോൾ തിക്നെസ്. വോൾ തിക്നെസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഈ വോൾ തിക്നെസ്. ഇതാണ് പ്രൊഫൈല്. ഈ പ്രൊഫൈൽ തുടങ്ങിയിട്ട് ഔട്ടർ സ്പേസിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇതിനെയാണ് വോൾ തിക്നെസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് വോൾ തിക്നെസിനെ കുറിച്ച് പറയാനുള്ളത്? ഫോർ ടൂൾസ് അപ്രോക്സിമേറ്റ്ലി അപ് ടു എ വർക്കിംഗ് സൈസ് ഓഫ് 100 into 100 mm 1.5 times the die block thickness. ഡൈ ബ്ലോക്ക് തിക്നെസിന്റെ 1.5 ടൈംസ് ഉണ്ടായിരിക്കണം ഒരു മിനിമം സാധാരണ ടൂൾ. അതായത് ഡൈ ബ്ലോക്ക് തിക്നെസ് ഇതാണ്, ഇതിന്റെ 1.5 ഇരട്ടി വാൾ തിക്നെസ് ഉണ്ടായിരിക്കണം ലാഞ്ച് ട്യൂബിനുണ്ടായിരിക്കും. പിന്നെ ഫോർ ടൂൾസ് ആൻഡ് ലാർജർ വർക്കിംഗ് ഏരിയ ദാൻ 100 into 100 mm -2 times the die block thickness. ഇനി ലാർജർ ആണ്, വലിയ ടൂളാണ്, വലിയ പ്രൊഫൈൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 2 ഇരട്ടി എന്തുണ്ടായിരിക്കണം വാൾ തിക്നെസ്. വാൾ തിക്നെസ് ഈ പ്രൊഫൈലും ഇവിടുത്തെ അതിന്റെ അടിച്ചും തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പൊ 100 into 100 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 മതി. പക്ഷെ 100ൽ കൂടുതലാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ 2 ഇരട്ടി എടുക്കാം വാൾ തിക്നെസ്. അടുത്ത സ്ക്രൂസ് ആൻഡ് ഡവൽസ്. നമ്മളങ്ങനെ സ്പ്ലിറ്റ് ഡൈ ചെയ്യുമ്പോൾ സ്ക്രൂസ് ആൻഡ് ഡവൽസ് നിർബന്ധമാണ്. കാരണം ഈ ഓരോ പാർട്ടുകളെയും ഇതാക്കി നിർത്തണമെങ്കിൽ സ്ക്രൂസ് ആൻഡ് ഡവൽസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സ്ക്രൂസ് ആൻഡ് ഡവൽസ് ഹോൾസ് ഷുഡ് നോട്ട് വീക്കൻ ദ ഡൈ. അതായത് സ്ക്രൂസും ഡവൽസും വേണമെന്ന് വെച്ചിട്ട് നിറയെ സ്ക്രൂ, ഇപ്പോൾ നമുക്ക് ഇതൊരു ഡൈ ആണ്, ഇതിന് സ്ക്രൂ ഡവലും വേണമെന്ന് വെച്ചാൽ സർവറ സ്ക്രൂ ഒന്നും കൊടുക്കാൻ പാടില്ല. അതിനൊക്കെ ഒരു മിനിമം കണക്കുണ്ട്. ഈ സ്ക്രൂവിന് ചെയ്യണമെങ്കിൽ ഹോൾ അടിക്കണം, ഡവൽ ചെയ്യണമെങ്കിലും ഹോൾ അടിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു ഡയഗണൽ ഷേപ്പിലാണ്. ഇതാണ് ഡവലിന്റെ സിമ്പിളാണ് ഈ കാണുന്നത്. ഇത് ഡയഗണൽ ഷേപ്പിലായിരിക്കും, ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. സ്ക്രൂസ് 4 തരത്തിലുണ്ടാവും. ഇതിന്റെ എണ്ണം കൂടിയ എന്തുണ്ടാവുന്ന വെച്ചാൽ ഈ സ്ക്രൂ അടിക്കാനുള്ള ഹോളുകൾ ഡൈന്റെ ഉറപ്പിനെ ബാധിക്കും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞില്ല, സ്ക്രൂസ് ആൻഡ് ഡവൽസ് ഹോൾ ഷുഡ് നോട്ട് വീക്കൻ ദ ഡൈ. ഡൈനെ വീക്ക് ആക്കാൻ പാടില്ല. ഇതിന്റെ നിറയെ ഹോളുകൾ അടിച്ചാൽ ഡൈ നശിക്കും. അത് ഉണ്ടാകാൻ പാടില്ല. അതിനൊരു മിനിമം എണ്ണം ഉണ്ട്. സ്ക്രൂസ് ആൻഡ് ഡവൽ ഹോൾസ് ആൻഡ് സെന്റേഴ്സ് ഷുഡ് ബി away from the edge of the opening of the die at least by 1.5 d. അതായത് ഒരു സ്ക്രൂവിന്റെ ഇതിന്റെ സെന്ററും ഈ ഇതിന്റെ നേരെയായിട്ടൊന്നും സ്ക്രൂ വരാൻ പാടില്ല. അങ്ങനെ ഇവിടെ നിന്ന് പൊട്ടൽ വരാൻ, അങ്ങനെ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. മിനിമം 1.5, ഈ ഒരു ഗ്യാപ്പ് മിനിമം 1.5 d, ഇതിന്റെ ഡയമീറ്ററിന്റെ 1.5 എങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. സ്ക്രൂസ് ആൻഡ് ഡവൽ ഹോൾ സെന്റേഴ്സ് ഷുഡ് ബി away from the
edge of the opening of the die at least by 1.5 d എന്ന് വെച്ചാൽ സ്ക്രൂവിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഡവലിന്റെ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അത്രയെങ്കിലും ഗ്യാപ്പിൽ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഡൈന്ന് കൊടുക്കാൻ. ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ഓഫ് ഡവൽസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. സ്ക്രൂ ഉണ്ടോ ഇവിടെ ഈ ഒരു 4 സ്ക്രൂ ആണ്, മാക്സിമം 4 സ്ക്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. 2 ഡവൽ ഇത്രയും മതി. ഒറ്റ പീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ 2 ഡവൽ മാക്സിമം ആണ്. സ്ക്രൂസ് അതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിന്റെ എണ്ണം കൂടാൻ പോലെ ഈ ഗ്യാപ്പ് 1.5 d മിനിമം 1.5 d എങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ ഡിസൈഡിങ് ഫാക്ടേഴ്സ് ഫോർ സോളിഡ് ഡൈ സ്പ്ലിറ്റ്. ഒരു ടൂളിൽ സോളിഡ് ഡൈ ആണോ സ്പ്ലിറ്റ് ഡൈ ആണോ ഉപയോഗിക്കുക. സോളിഡ് ഡൈ ആണെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് സ്പ്ലിറ്റ് ഡൈ വേണമെങ്കിൽ ഏത് ഡൈ ആണോ ഉപയോഗിക്കുക അതെങ്ങനെയാണ് തീരുമാനിക്കുക. അതാണ് സൈസ് ഓഫ് ദ ഡൈ ബ്ലോക്ക്. ഒന്നാമത്തെ കാര്യം സൈസിനനുസരിച്ച്. ഫോർ ഹയർ സൈസ് സെക്ഷണൽ കൺസ്ട്രക്ഷൻ reduce cost of material, easiness of machine, reduce hardening failures. അതായത് സോളിഡ് ഡൈ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹയർ സൈസ് ഓഫ് സെക്ഷൻ വലിയ ഇതിന് സോളിഡ് ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ റെഡ്യൂസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് റെഡ്യൂസ്. കാരണം ഒറ്റ ബ്ലോക്കാണ്. ഇനി ഈസിനെസ് ഓഫ് മെഷീൻ ഈസിയാണ്. റെഡ്യൂസ് ഹാർഡനിങ് ഫെയിലിയേഴ്സ്. ഹാർഡനിങ് മൂലം അതായത് ചില ഹാർഡനിങ് ചെയ്യുമ്പോൾ അത് ഇതാവും. ഹാർഡനിങ് ചെയ്യുമ്പോൾ മറ്റുള്ള നാശമായി പോകുന്നത് റെഡ്യൂസ് ചെയ്യും. ഡൈ ഓപ്പണിംഗ് ഈസ് ടു സ്മോൾ ഫോർ ഇന്റേണൽ വർക്കിംഗ് സെക്ഷൻ കൺസ്ട്രക്ഷൻ ഏതാ സോളിഡ് ഡൈ. ഇനിയിപ്പോ വലിയ ഡൈകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സോളിഡ് ഡൈ ആണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ എന്ന് വെച്ചാൽ അത് മെഷീൻ ചെയ്യാൻ എളുപ്പമാണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, മെഷീനിങ് റെഡ്യൂസ് ചെയ്യും, അതിന്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കും. അതേസമയം when the die opening is too small for internal working section, ചെറിയത് വളരെ ചെറുത്, അതിന്റെ ഉള്ളിൽ ഫയൽ പോലും കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പോൾ മെഷീനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിനിമം ഒരു മില്ലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഗ്രൈൻഡിങ് വീല് കടക്കണ്ടേ. അപ്പൊ അതിനുള്ള സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഇപ്പോൾ എപ്പോഴും സ്പ്ലിറ്റ് ഡൈ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പൊ ലാർജർ ഡൈ സൈസ് അത്ര കോംപ്ലിക്കേറ്റഡ് അടുത്ത വലിയ ഡൈ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സോളിഡ് ഡൈ ആണ് നല്ലത്. സ്പ്ലിറ്റ് ഡൈ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസ്. when component profile is complex, split die construction makes manufacturing easy. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ്, വളരെ ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെയാണ് കോണ്ടൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്പ്ലിറ്റ് ഡൈ ആണ് നല്ലത്. അത് ഒറ്റ ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാൾ നല്ലത് സ്പ്ലിറ്റ് ഡൈ ആണ്. when die opening consists of many sharp corners, split die construction is preferred. അതായത് കുറെ ഷാർപ്പായിട്ടുള്ള ടൈലുകളും ഷാർപ്പായിട്ടുള്ള കോർണേഴ്സും ഒക്കെ പ്രോഡക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പ്ലിറ്റ് ഡൈ ആണ് നല്ലത്. അപ്പൊ സോളിഡ് ഡൈ ഏറ്റവും നല്ലത്. വലിയ ഡൈ ബ്ലോക്ക് സൈസ് ഓഫ് ദ ഡൈ ബ്ലോക്ക് വലുതാണ്, അങ്ങനെയാണെങ്കിൽ എപ്പോഴും സോളിഡ് ആണ്. ബാക്കി എല്ലാ കേസിലും ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള ഷേപ്പ്, കോർണേഴ്സ് ഉള്ള ഷേപ്പ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ്, ചെറിയ ഷേപ്പ്, അതിനൊക്കെ നമുക്ക് സോളിഡ് ഡൈ സ്പ്ലിറ്റ് ഡൈ ആണ് ഏറ്റവും നല്ലത്. കൺസ്ട്രക്ഷനിൽ സ്പ്ലിറ്റ് ഡൈ ആണ് ഏറ്റവും നല്ലത്. ഉണ്ടോ ഇതിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പാണ്. ഇത് ഒറ്റ പീസിൽ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ മെനക്കെടാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോ ഉണ്ടാക്കി എടുത്താൽ പോലും ഈ ഭാഗം പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണമെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജിൽ ഇതൊക്കെ എന്താണ് കോംപ്ലക്സിറ്റി ഓഫ് ഡൈ ഓപ്പണിംഗ് ഉണ്ട്. വളരെ ഇവിടുത്തെ ഷേപ്പ് ഒക്കെ വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരു പാർട്ട്, ഇതൊരു പാർട്ട്, 1 2 3 4 5 6 7 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അതിന്റെ കുറെ ഉപയോഗങ്ങളുണ്ട് അതിന്. ഇത് മെഷീനിങ് ചെയ്യാനും ഒക്കെ ഈ പാർട്ട് എടുത്ത ഈ ഭാഗം മെഷീൻ ചെയ്യും, ഈ പാർട്ട് എടുത്ത് ഈ ഭാഗം മെഷീനിങ് ചെയ്യും. അങ്ങനെ മെഷീനിങ്ങിനും എല്ലാത്തിനും ഈസി ആണ്. അടുത്തൊരു ടേമാണ് പെരിഷബിലിറ്റി. പെരിഷബിലിറ്റി ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗം ഇത് വളരെ തിക്നെസ് പറഞ്ഞാൽ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു ഡൈ ഉണ്ടാക്കുമ്പോൾ ഈ ഭാഗം ഉണ്ടാവണം, പക്ഷെ ഈ ഭാഗം പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പൊട്ടിപ്പോകാനുള്ള ഭാഗമുള്ള സാധനങ്ങൾ അത് ഒരു പ്രത്യേകം ബ്ലോക്ക് ആക്കി ഉണ്ടാക്കുകയാണ് ചെയ്യാനുള്ളത്. ഇത് നോക്കിയിട്ട് പ്രത്യേക ബ്ലോക്ക്. അപ്പൊ ഇത് എപ്പോഴും പൊട്ടിപ്പോകാൻ ഉറപ്പാണ്. അത് എന്ത് ചെയ്താലും പൊട്ടും, അങ്ങനെയാണ് അതിന്റെ ഇതെങ്ങനെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഭാഗം മാത്രം ഒരു സെക്ഷൻ ആക്കി എടുക്കും. അപ്പൊ എന്താ വെച്ചാൽ പെരിഷബിലിറ്റി, അതായത് മാനുഫാക്ചർ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് പെരിഷബിൾ പാർട്സ് ഈസിയർ വെൻ ഇറ്റ്സ് സ്പ്ലിറ്റ്. സ്പ്ലിറ്റ് ആയിട്ട് ഇത് പൊട്ടിപ്പോയ ഈ ഭാഗം മാത്രം എടുത്താൽ ഈ ഭാഗം മാത്രം എടുത്ത് മാറ്റിയിട്ട് വേറെ അതിന് പകരം പുതിയതൊരെണ്ണം വെക്കാം. അപ്പൊ ഇത് പൊട്ടിപ്പോകുന്നുള്ളത് കൊണ്ട് ഇത് ഒന്നിലധികം പാർട്ട് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ റീപ്ലേസ്മെന്റ് ഈസിയാണ്. മാനുഫാക്ചർ റീപ്ലേസ്മെന്റ് ഈസിയാണ്. ഇതൊരു സോളിഡ് ഡൈ ആണെന്ന് വിചാരിക്കുക, ഈ ഭാഗം പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും, ഈ ഡൈ എന്റെ ഡൈനെ മാറ്റണം, പുതിയൊരു ഡൈ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അത് മാനുഫാക്ചറിങ് സമയം പോവും, ലേബർ കോസ്റ്റ് പോവും, അങ്ങനെ കുറെ നഷ്ടങ്ങളുണ്ടാകും. അതിന് പകരം ഈ ഒരു ഭാഗം മാത്രമായിട്ടൊരു സെക്ഷൻ ആക്കി എടുക്കുക, അതിനെടുത്ത് മാറ്റുക, അത് കേടായി അത് എടുത്ത് മാറ്റുക, മറ്റേതൊന്നും കുഴപ്പമില്ല, ഇത് എടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പെരിഷബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ടേമിനെ പറയുന്ന പേരാണ് പെരിഷബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത പ്രൊഫൈൽ ഗ്രൈൻഡിങ്. പ്രൊഫൈൽ ഗ്രൈൻഡിങ് പോലെ തന്നെ നമുക്ക് ഒരു ഡൈ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഭാഗം ഗ്രൈൻഡ് ചെയ്യണം, ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോംപ്ലക്സ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും, ഒന്നും പറ്റില്ല. പക്ഷെ അതേസമയം ഇതുപോലെ പാർട്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പാർട്ടുകളെയും നമുക്ക് വേർപെടുത്തി എടുക്കാം. അത് ഗ്രൈൻഡ് ചെയ്യുക, മെഷീനിങ് ചെയ്യുക, പോളിഷ് ചെയ്യുക, എന്ത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതാണ് പ്രൊഫൈൽ ഗ്രൈൻഡിങ്. കൺവെൻഷണൽ
grinding is not possible due to the profile failure. Split construction facilitates grinding. അതായത് സാധാരണ ഗ്രൈൻഡിങ് പറ്റാത്ത പ്രൊഫൈലിന്റെ ഉള്ളിലേക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഗ്രൈൻഡ് ചെയ്യാനും പോളിഷ് ചെയ്യാനും ബാക്കിയുള്ള മെഷീനിങ് ഓപ്പറേഷൻസിനും എല്ലാം നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി റിസൾട്ട് ഓഫ് സ്പ്ലിറ്റിംഗ് മൂലം ഉണ്ടാവുന്ന എന്ത് റിസൾട്ടാണ്? എന്താണ് സ്പ്ലിറ്റിംഗ് ചെയ്താൽ ഉണ്ടാവും? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പ്ലിറ്റ് ഡ്യൂ ടു ദ ഡൗൺ വേർഡ് ട്രസ്റ്റ് ഓഫ് കട്ടിംഗ് ഫോഴ്സ്. അതായത് കട്ടിംഗ് ഫോഴ്സ് ഇങ്ങനെ അടിയിലേക്കാണ് വരിക. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ 3 സൈഡിലുണ്ടെങ്കിൽ ഈ അടിയിലേക്ക് ഫോഴ്സ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഫോഴ്സ് വരിക. ഡൗൺവേർഡ് ഇങ്ങനെയാണല്ലോ വരിക. അപ്പൊ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ടിൽറ്റ് അപ്പാർട്ട് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അതിന് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയാ. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ലാറ്ററൽ ട്രസ്റ്റ് ഹാൻസ് എഫക്റ്റീവ് ഫാസ്റ്റിംഗ് ഓഫ് സ്പ്ലിറ്റ്സ് ഈസ് മസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിക്കുമ്പോൾ ഈ പാർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസി എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഹൈ ഫോഴ്സിലാണ് വരുന്നത്. ഈ ഹൈ ഫോഴ്സ് മൂലം ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഈ പാർട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഫാസ്റ്റനിങ് ചെയ്യണം. സ്ക്രൂസും ഡവൽസും ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് ഫാസ്റ്റനിങ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും നമുക്ക് സ്ക്രൂസ് ഡവൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഉണ്ടോ? ഇതിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാനും ഇത് അങ്ങോട്ട് മൂവ് ചെയ്യാനും ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മൂവ് ചെയ്തേക്ക് ഇത് കണ്ടോ ഒരു പോക്കറ്റ് മില്ല് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഫിഗറിൽ ചെയ്തത്. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ചിലപ്പോൾ സ്ക്രൂവിലും ഡവലിലും മാത്രമായിട്ട് ഇത് നിന്നൊന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതിനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക.